അപ്പുണ്ണിയുടെ ബർത്ത്ഡേക്ക് ഇതേ നമ്മുടെ കുഞ്ഞു രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പുണ്ണിക്ക് ഒരു കുഞ്ഞു ഡയറി മിൽക്ക് എല്ലാം കൊടുത്ത് ഒരു ഉമ്മയും കൊടുത്ത് വിഷ് ചെയ്തു കേട്ടോ. ഇന്ന് അപ്പുണ്ണിക്ക് സ്കൂളുള്ള ദിവസമാണ്, പിറന്നാളായതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സിലാണ് നമ്മുടെ അപ്പുണ്ണി പോകുന്നത്. പിന്നെ ദേ ഇത് ഇന്നലെ വാങ്ങി പുതിയ ഷൂസ് ആണ് കേട്ടോ അവന്റെ അച്ഛൻ സെലക്ട് ചെയ്തതാണ് ഗൈസ്. അങ്ങനെ ദേ നമ്മുടെ അപ്പുണ്ണിനെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ അനിയന്റെ വക ഒരു ഉമ്മയും കൂടെ കിട്ടി അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പുതിയ വൈറ്റ് ഷൂസിൽ ചെളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടനെ എടുത്തിട്ടാണ് അപ്പുനെ കൊണ്ടുപോകുന്നത്. അധിക ദിവസം സ്കൂളിലേക്ക് നമ്മുടെ അപ്പുനെ എടുത്തിട്ട് തന്നെ കൊണ്ടുപോകുക കേട്ടോ. നമ്മുടെ വഴി അത്രയ്ക്ക് നല്ല വഴിയാണല്ലോ. അങ്ങനെ ഏട്ടൻ അപ്പൂനെ സ്കൂൾ ബസ്സിലേക്ക് ആക്കിയിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്കും പോയി. ഞങ്ങൾ ഇതേ പണിയെല്ലാം തീർത്തിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഉച്ചയായിട്ട് നമ്മൾ ടോക്കണൊന്നും വിളിച്ചിട്ടില്ല. അപ്പൊ വേഗം പോയിട്ട് ചായ കുടിച്ചു. ചോറൊന്നും കഴിക്കാൻ നിന്നില്ല. ലൈറ്റായിട്ട് ചായയും ഓരോ എണ്ണക്കടികളും അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെയും വന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അമ്മേനെ ഡോക്ടറെല്ലാം കാണിച്ചു, മരുന്നെല്ലാം വാങ്ങി. അപ്പോഴേക്കും നമ്മുടെ അപ്പുന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കൽപ്പറ്റയിലാണ് ഇന്ന് അവനെ ഇറക്കിയത്. പിന്നെ അവൻ ENT ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവനെ എക്സ്റേ എല്ലാം എടുത്ത് ENT ഡോക്ടറെ കാണിച്ചു. അപ്പോഴേക്ക് ഏട്ടന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഏട്ടൻ ഞങ്ങൾ എല്ലാവരും കൂട്ടാൻ വന്നു. ഏട്ടനെ കാണാണ്ട താമസം നമ്മുടെ അപ്പുണ്ണി പറഞ്ഞ് അച്ഛാ വിശക്കുന്നു. അങ്ങനെ ദേ ചായ കുടിക്കാൻ വേണ്ടി കയറിട്ടോ. കുഞ്ഞു വന്നപാടെ കരയാൻ തുടങ്ങി. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കട്ട്ലേറ്റ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പു കഴിച്ചു. പകുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുവിന് അതും പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ കുഞ്ഞുങ്ങൾക്കെല്ലാം ബൂസ്റ്റും പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും അമ്മയും ചായയും കുടിച്ചു കേട്ടോ. കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അത് ആലോചിച്ചിരുന്ന് കരയാണ് കേട്ടോ. പിന്നെ ഒരു സാൻഡ്വിച്ച് എല്ലാം വാങ്ങിക്കൊടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി കുറച്ച് നോക്കിയായിട്ടോ. അപ്പുണ്ണിയുടെ പിറന്നാൾ വിശേഷം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാൻ.